പറഞ്ഞത് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇതിൽ ഇത്ര താല്പര്യം, ഇതിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ടെന്നാണ്. അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോലൊരു പദവി വഹിക്കുന്ന ആൾ പറയാൻ പാടില്ലാത്ത കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം. CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നേരത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നതിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളല്ല, അദ്ദേഹം MP ആയിരുന്നു. ഇക്കാര്യങ്ങൾ അറിയുന്ന അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കും എനിക്കും പറഞ്ഞോളെ, നാളെ പറയാമല്ലോ കാസർഗോഡ് പത്രപ്രവർത്തകൻ എന്തിനാ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാലോ? ആര് പറയുന്നു എന്നുള്ളതല്ല, അതിനൊക്കെ ആളുകളെ അപമാനിച്ചോ അല്ലെങ്കിൽ അടിച്ചിരുത്തിയോ മറുപടി പറയുന്നതൊന്നും ഉചിതമല്ല. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. ആര് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം, എന്തു പറയുന്നു അതിന് മറുപടി എന്താണ് പറയാനുള്ളതെന്നല്ലേ പ്രശ്നം. ഇപ്പൊ കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ അന്ന് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എങ്ങനെയായി? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആ സമയത്ത് ശ്രമിച്ചില്ല. പക്ഷേ PWD മന്ത്രി പറഞ്ഞു ഞങ്ങൾ മണ്ണ് മാറ്റാനായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു, മണ്ണിൻ്റെ കാര്യം. ഇപ്പോൾ പറയുന്നു മണ്ണ് മാത്രമല്ല മേളിൽ നിന്ന് ഒഴുകി വന്നതിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്തായാലും ആ ദുരന്തത്തിനകത്ത് ഒരു ദുരന്തം ഉണ്ടാകുമ്പം ഗവൺമെൻറ് അങ്ങനെ ചെയ്തില്ല എന്ന് പറയാനൊന്നും അല്ലല്ലോ ഞങ്ങൾ അതിനകത്ത് ആദ്യം ശ്രമിച്ചത്. കാരണം ഇനിയും ബോഡികൾ കിട്ടാനുണ്ട് അവിടെ, വല്ലാത്തൊരു ദുരന്തമാണ്. പക്ഷേ അതിനകത്തും ഒരു സംഭവം വരുമ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവർ തമ്മിലുണ്ട്. ശരിയാണ്, ഒരു ഗവൺമെൻറ് പുതുതായി വന്നപ്പോൾ ഉള്ള അവർ സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രശ്നമുണ്ട്. ഉദ്യോഗസ്ഥന്മാർ തന്നെ വ്യത്യസ്തമായി പറയുന്നു, മന്ത്രിമാർ തന്നെ വ്യത്യസ്തമായി പറയുന്നു. ഞാനിതിനകത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഭാവിയിലെങ്കിലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളപ്പോൾ അതിനെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. അവിടെ പോയിട്ട് പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നോക്കേണ്ടത്. ഈ നാട്ടിൽ ഇപ്പം ഈ ജില്ലയിലും പിന്നെ കണ്ണൂർ ജില്ലയിലും ഉൾപ്പെടെ NH-ന്റെ വലിയ പണി നടന്നപ്പോൾ സൈഡ് അപകടം മനുഷ്യനുണ്ടായില്ലെങ്കിലും റോഡ് ഇടിഞ്ഞു പോയില്ലേ? അപ്പോൾ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനിയെ വാൺ ചെയ്ത് മേലാൽ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മണ്ണിടിഞ്ഞു വരുന്നതൊക്കെ ഉണ്ടാവാം, മറ്റു കാര്യങ്ങളുണ്ടാവാം. അതിനെ സംബന്ധിച്ച് കൃത്യമായി നോക്കണം, കൃത്യമായ ഹോംവർക്ക് നടത്തണം, കാര്യങ്ങൾ പഠിക്കണം. ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ പണ്ടേ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറ്റുമോ എപ്പോഴും? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവാകുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അധികാരം, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് മന്ത്രിസഭ, അദ്ദേഹമാണ് മന്ത്രിസഭയെ നയിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ മൊത്തം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇവിടുത്തെ ഈ എല്ലാ പ്രകൃതി പരിസ്ഥിതി സംബന്ധിച്ചുള്ള എല്ലാ മേഖലകളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി നേവിയോ പോലീസോ ഇല്ല അല്ലെങ്കിൽ നേവിയോ പട്ടാളത്തിൻ്റെയോ ഉൾപ്പെടെയുള്ള ഫോഴ്സൊക്കെ വരാനുള്ള എല്ലാ അധികാരവും അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ? അപ്പോൾ അദ്ദേഹം ആരോടാണ് ഈ പറയുന്നത്? അതാണ് നോക്കേണ്ടത്. പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ കമ്പനികളാണ് ഇതിലേക്ക് കരാറെടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലത്ത് വ്യത്യാസമാണ്, പലപ്പോഴും മഴയൊക്കെ ഉള്ളത്. അപ്പം ഈ കമ്പനികളൊന്നും ഈ കാലാവസ്ഥ അടക്കമുള്ളവ മണ്ണിന്റെ ഘടനയൊക്കെ പഠിക്കാതെയാണ് ഈ അതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞതിന് ശേഷം കൊല്ലത്ത് അവിടെ ഇതുപോലൊരു കാര്യം ഉണ്ടായി. ഒരു സ്ഥലം മൊത്തത്തിലങ്ങ് ആളപായം ഉണ്ടായില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഒരു സ്ഥലം മൊത്തം അങ്ങ് പോയി. കാരണം വെള്ളമൊഴുക്കുള്ള സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു പാലം അല്ല തോട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വന്നേ. അപ്പം ഫീൽഡ് നോക്കാതെ ചെയ്തതിൻ്റെയും അമിതമായ ലാഭക്കൊതിയും ഈ കമ്പനികളെ നയിക്കുന്നുണ്ട്. ഏത് ഗവൺമെൻറ് എന്നുള്ള നിലയിലേ അല്ല ഞാനിത് പറയുന്നത്. ഇത്തരം കമ്പനികൾ ഉത്തരവാദിത്തത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാത്ത പ്രശ്നമുണ്ട്. കേരളത്തിൽ വരുമ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും മഴ പെയ്യാത്ത അല്ലെങ്കിൽ ഏതാനും ചെറിയ ചാറ്റൽ മഴ മാത്രമുള്ള നോർത്ത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ വേണ്ടത്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ നോക്കണം. അതിന് പ്രായോഗികമായ പ്രശ്നമുണ്ട്. അതിനി ഒരിക്കലുണ്ടായാൽ പിന്നീട് അത് ഉണ്ടാവാതിരിക്കാൻ നോക്കുകയല്ലേ നമ്മൾ വേണ്ടത്. നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത് അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. MLA പറഞ്ഞിരിക്കുന്ന ഈ ഹോംവർക്ക് പഴയ സർക്കാർ ചെയ്തിട്ടില്ല എന്നാണല്ലോ UDF പറയുന്നത്. പഴയ സർക്കാർ പ്രവർത്തിക്കുന്ന സമയത്ത് എത്രയോ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ഹോംവർക്കിൻ്റെ പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇവിടെ എന്തിനാണ് അവർ കുറ്റം പറയാൻ നിൽക്കുന്നത്? ഇത്തരൊരു സംഭവം വന്നു, അവർ തന്നെ പറയുന്നു PWDയുടെ സ്പെഷ്യൽ സെക്രട്ടറിയും അവിടെ പോയിരുന്നു, യോഗം ചേർന്നു. PWD മന്ത്രി കാര്യത്തിൽ പറയുന്നു ഇവർ മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം മണ്ണ് മാറ്റണ്ട എന്ന് പറഞ്ഞെന്ന് പറയുന്നു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് പറയുന്നു. ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ? ഞാൻ പറയുന്നത് സംഭവിച്ചൊരു ദുരന്തം വന്നു, അതിനകത്തെ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. അതേസമയം ഭാവിയിലുള്ളതിനെങ്കിലും നല്ലപോലെ ശ്രദ്ധ വേണം. പണ്ട് ആ തുരങ്കം വരാൻ തീരുമാനിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിപ്പോൾ ഹിമാലയത്തിലെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള തുരങ്കം ഉണ്ടാക്കിയത് ഇന്ത്യയിലാണ്, ലോകത്തെ അടൽ ടണൽ എന്നുവെച്ചാൽ അത്ര ഉയരമുള്ള വേറൊന്നുമില്ല. ഏറ്റവും സോഫ്റ്റ് റോക്ക് ലോകത്തുള്ള പർവ്വതം എവിടാ? ഹിമാലയമാണ്. കാരണം ഏറ്റവും താമസിച്ചുണ്ടായത് ഭൂപ്രകൃതിയിൽ ഏറ്റവും ലേറ്റസ്റ്റായി ഉണ്ടായ ഒരു പർവ്വതം അത്. അപ്പോൾ അവിടെ ഉൾപ്പെടെ എല്ലാം ടണലുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രിക്കോഷൻ എടുത്ത് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. ആ പ്രിക്കോഷനകത്ത് പോരായ്മ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിരന്തരമായി ഉരുൾപൊട്ടൽ ആവർത്തിക്കുന്ന ഒരു ഭാഗത്താണല്ലോ ഇത് വീണ്ടും വരുന്നത്. അപ്പോൾ വെള്ളമൊഴുക്ക് ഉറപ്പാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. വെള്ളം ഒഴുകി വരുന്നതിനെ തടഞ്ഞാൽ ആ വെള്ളം തള്ളി വരും.
അതാണ് ആ വണ്ടി ഒഴുകി വന്നത് നമ്മൾ കണ്ടല്ലോ. ആ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടതൊരു ഹീറോയിക് ആയിട്ടുള്ള ഒരു എസ്കേപ്പാണ് അവരുടെ ഒരു ഭാഗ്യം. ആ വണ്ടി ഒഴുകി വരുന്നതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ്. വെള്ളം ഒഴുകി വരുന്നത് ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. അല്ലാതെ തുരങ്കം എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ പാറയുടെ അടിയിലാണ്. തുരങ്കം വേറെ സ്ഥലത്താണ്, ഇത് വേറെ സ്ഥലത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൻ്റെ സയൻറ്റിഫിക്കായ പരീക്ഷണമൊക്കെ നടത്തട്ടെ. ഒരു സംഭവം വരുമ്പോൾ വെറുതെ നമ്മൾ കുറ്റം പറയുന്നതല്ല. അന്ന് പഴയ ഗവൺമെൻറ് നോക്കാത്ത ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിനകത്തൊരു കോർഡിനേഷൻ വേണ്ടത്ര ഉണ്ടാവുന്നില്ല എന്ന് മാധ്യമങ്ങളും എല്ലാം എഴുതിയിരുന്ന കാര്യമാണ്. അതിനകത്ത് ശ്രദ്ധിക്കാനാണ് അവർ തയ്യാറാവേണ്ടത്. വേണ്ടത്ര ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളെ ഇനിയെങ്കിലും നോക്കാൻ കഴിയണം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയാനുള്ള സമയം കഴിഞ്ഞു. മെയ്, ജൂൺ, ജൂലൈ ആയി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഒക്കെ അവരാ എല്ലാം ചെയ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് ആളുകൾ ചോദിക്കുമല്ലോ. നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് ഉത്തരവാദിത്വം എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. അവരിനി നന്നായി പഠിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം.